എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. ഈവനിങ്ങിൽ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള കോമ്പിനേഷനാണ്. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നുമില്ല. പുറവശം നല്ല ക്രിസ്പിയാണ്, ഉൾവശം നല്ല സോഫ്റ്റുമാണ്. ഒരു തവണ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാനുണ്ട്. ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലോട്ട് ഞാനൊരു 4 ഏലയ്ക്ക അതൊന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ അരി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. തോടൊന്ന് നീക്കിയിട്ട് അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഈ പഞ്ചസാരയും ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടിലോട്ട് ഇനി ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. നമ്മളിവിടെ മൈദയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തേക്കുന്നത്. ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവ നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡയും ഉപ്പും ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിലാണോ നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു ഓയിൽ തന്നെ ആയിരിക്കണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പലഹാരം തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓയിലോട്ട് ഇടുമ്പോൾ അത് പതഞ്ഞു പൊങ്ങത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഏത് ഓയിലാണോ, നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. മുട്ടയും പഞ്ചസാരയും കൂടെ ചേർത്ത് അടിച്ച കൂട്ടാണ് പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇവയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരു ചെറിയ ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ഒത്തിരി അങ്ങ് ടൈറ്റ് അല്ല, എന്നാൽ ചെറിയ ഒരു ലൂസും ഉണ്ടായിരിക്കണം. അങ്ങനെ ഇനി നമ്മൾ പഞ്ചസാരയും മുട്ടയും കൂടെ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ്, ഒത്തിരി അങ്ങ് ലൂസല്ല. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ നുള്ളി ഇടാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി, ഒത്തിരി അങ്ങ് ലൂസല്ല, ഒരു ചെറിയ ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കേണ്ടതുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മാവ് ഞാൻ കുഴച്ചെടുത്തേക്കുന്നത്. ചപ്പാത്തിയുടെ പരുവമല്ല, അതിനെക്കാട്ടിൽ ഇച്ചിരും കൂടെ ലൂസായിട്ടുള്ള പരുവം. ഇനി നമുക്കിതൊന്ന് അടച്ചൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പലഹാരം റെഡിയാക്കാൻ പോകുന്നത്. 2 മണിക്കൂറോളം ഈ പലഹാരം തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഞാൻ മാറ്റി വെച്ചിരുന്നു. ഇനി ലേശം വെള്ളം കയ്യിലൊന്ന് നനച്ചിട്ട് ചെറിയ ബോൾസുകളായിട്ട് എടുത്ത് നമുക്ക് ചൂടായ ഓയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായിരിക്കണം. അതുപോലെ തന്നെ ചെറിയ ബോൾസുകൾ വേണം തയ്യാറാക്കി ഇട്ട് കൊടുക്കാൻ ഓയിലോട്ട്. ചെറിയ ബോൾസുകളാകുമ്പോൾ തന്നെ അത് ഡബിൾ സൈസിലായി കിട്ടും. അതിൻ്റെ ഉൾവശമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മീഡിയം വലിപ്പമുള്ള ബോൾസുകളായിട്ട് ഉരുട്ടി ഇട്ട് കൊടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം റെസിപ്പിയാണ്. തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം മെനക്കേടുമില്ല. മീഡിയം വലിപ്പമുള്ള നെല്ലിക്ക ഉണ്ടല്ലോ, ആ ഒരു വലിപ്പത്തിൽ വേണം ബോൾസുകൾ ഉരുട്ടിയിടാൻ. കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ലേശം വെള്ളത്തിലൊന്ന് നനച്ചിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയിടാവുന്നതേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. കാരണം ഉൾവശം കൂടെ വെന്ത് കിട്ടേണ്ടത് കൊണ്ട് തീ കൂട്ടി വെക്കരുത്. പുറവശം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഉൾവശം വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു സൈഡൊന്നായിട്ടുണ്ട്. നമ്മൾ ചെറിയ ബോൾസുകളായിട്ടാണ് ഉരുട്ടിയിട്ടേക്കുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് ഡബിൾ സൈസിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ റെഡിയാക്കി എടുക്കണം. 2 സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അതൊന്ന് കുഴച്ചൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം മെനക്കേടൊന്നുമില്ല ഈ ഒരു പലഹാരം. നമ്മളൊരു വെട്ട് കേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുത്തേക്കുന്നത്. അത്രയും മെനക്കേട് ഇല്ലാതെ നമ്മൾ കുഴച്ച് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ലൂസായിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ട വെട്ട് കേക്ക് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പലഹാരം കുറച്ച് ദിവസം തന്നെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകല്ലേ.
ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. പുറവശം നല്ല ക്രിസ്പിയാണ്, ഉൾവശം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരമാണ്. വെട്ട് കേക്കൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഏലക്കയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയുണ്ട് ഈ ഒരു പലഹാരത്തിന്. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചിട്ടുള്ള ഈ പലഹാരം റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് പങ്കുവച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകല്. അടുത്ത ദിവസം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മറ്റൊരു റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.